Hello, all my dears. Welcome back to our YouTube channel, Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം ഓണം ഓഫർ പ്രൈസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി 2-3 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ഇതൊരു ലക്കി ടൈം തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതിൽ വിടുക, റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ കാണുക. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. Universe please guide us. Universe please guide us. Okay. Nine of Cups, Six of Cups, the Sun, Temperance, Ten of Swords, and Four of Cups. Two of Pentacles, and Five of Swords. Again, Seven of Cups. And the Empress. And the Hierophant. Queen of Pentacles. The Moon. And Six of Pentacles. Bottom of the deck വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ ദ മൂണും ആൻഡ് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്, ഈ ഒരു 2 എനർജീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ് എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്താണ് കാണുന്നതെന്ന്. ഈ ഒരു റീഡിങ്ങിൻ്റെ അകത്ത് കൂടുതലായിട്ടും നമുക്ക് കപ്സിൻ്റെ എനർജീസ് ഒരുപാടാണ്. 9 ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, ടെമ്പറൻസ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കപ്സിൻ്റെ എനർജീസ് കൂടുതലാണ്. സോട്ട്സിൻ്റെ എനർജീസ് കുറച്ചാണ് കാണിക്കുന്നത്. അതായത് 10 ഓഫ് സോട്ട്സും ആൻഡ് 5 ഓഫ് സോട്ട്സും മാത്രമേ സോട്ട്സിൻ്റെ എനർജീസ് വന്നിട്ടുള്ളൂ. ബാക്കി പെൻറ്റക്കിൾസും മൊത്തത്തിൽ വന്നിരിക്കുന്നത് നോക്കുമ്പോൾ 3, 4, 5, 1, 6 സ്പ്രെഡ് ഇതിനകത്ത് കപ്സിൻ്റെ എനർജീസാണ്. അപ്പം നമുക്കിവിടെ എന്താണ് ഡിവൈൻ നമുക്ക് മെസ്സേജ് തരുന്നതെന്ന് നോക്കുമ്പോൾ, ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വളരെയധികം അഡിക്റ്റഡ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് ഈ ബന്ധത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരെ കൂടുതലായിട്ടും അവർ വിളിക്കാൻ വേണ്ടി പലതരത്തിലുള്ള വഴികൾ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥനകൾ ചെയ്യുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആ ഒരു പേഴ്സൺ വിളിച്ചില്ല എങ്കിൽ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വഴിപാടാണെങ്കിലും പൂജകളാണെങ്കിലും, ഇല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസവും അതുപോലെ മുസ്ലിമായിട്ടുള്ള വിശ്വാസപ്രകാരമൊക്കെ നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പം നിങ്ങളുടെ മതപരമായിട്ടുള്ളൊരു കാര്യങ്ങളല്ല, നിങ്ങൾ എന്ന് പറയുന്നൊരു പേഴ്സൺ കൂടുതലായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ ഒരുപാട് മനസ്സറിഞ്ഞ് ഈ ഒരു വ്യക്തിയുടെ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റീഡിങ്ങിനകത്ത് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഭയങ്കര പോസസീവാണ് ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ. വളരെയധികം ആ ഒരു പേഴ്സണ് ഇപ്പോൾ മറ്റാരോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിനെക്കാട്ടിലും കൂടുതൽ
ഒരു മുൻഗണനയോ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിനെക്കാട്ടിൽ കൂടുതൽ സ്നേഹം മറ്റാർക്കെങ്കിലും അവർ കൊടുക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ട് എന്നതാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് ഡിവൈൻ പറയുന്നത് ഇവിടെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യം എപ്പോഴും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു ബന്ധം അങ്ങനെ ഒരു മോശം തരത്തിലൂടെ കൊണ്ടുപോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു പേഴ്സണാണ്. നിങ്ങൾക്ക് ഭയങ്കര ആ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരും. അതായത് നമ്മൾ ഓവർ പൊസസീവ് ആയതുകൊണ്ട്, അതായത് ആ ഒരു വ്യക്തിയെടുത്ത് കൂടുതലായിട്ടും അസൂയ അല്ലെങ്കിൽ ഭയങ്കര കുശുമ്പും അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം. കുശുമ്പെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അസൂയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് സ്നേഹം കൂടുതലായതുകൊണ്ട് ആ വ്യക്തിനെ നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു വ്യക്തിയെ ഒരുപാട് മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും ഇപ്പം നിങ്ങളിപ്പം അനാവശ്യമായിട്ട് സംസാരിക്കുക, ആ ഒരു വ്യക്തിക്ക് ഇപ്പം മറ്റൊരു പ്രണയബന്ധം ഇല്ല എങ്കിൽ കൂടെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണെ അനാവശ്യമായിട്ട് സംശയിക്കുന്നതും അനാവശ്യ സംസാരങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുത്തുന്നതും ആ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് ആ ഒരു പേഴ്സൺ കരുതുന്നുണ്ട്. കാരണം അവർക്ക് ഇതിപ്പം ഒരു തവണ പറയുമ്പോഴും 2 തവണ പറയുമ്പോഴും കുഴപ്പമില്ല. പക്ഷേ ഒരു 10 തവണ ആ ഒരു വ്യക്തി ഇങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ദേഷ്യം വരും. ഇല്ലാത്ത കാര്യം വരെ ഉണ്ടെന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയാനും സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് പറയുന്നൊരു പേഴ്സൺ ഇവിടെ ഉറപ്പായിട്ട് മാറണമെന്നാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കുറച്ച് വാശിയിലാണ്, ഭയങ്കര ദേഷ്യം അവരോട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്വഭാവങ്ങൾ നിർത്തുക. ഇറിറ്റേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ആ ഒരു പേഴ്സണ് കൊടുക്കുന്നൊരു വാല്യൂ ആ ഒരു പേഴ്സണ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു രീതിക്ക് നിൽക്കണം. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ആ ഒരു വ്യക്തിനെ സംശയിക്കുമ്പം ആ ഒരു പേഴ്സണ് അത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ സ്നേഹം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ നടക്കുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ അവരെ സംശയിക്കുമ്പോഴും നിങ്ങൾ അവരുടെ അടുത്ത് അനാവശ്യമായിട്ടുള്ള ഒരു വഴക്കുകൾ ഇടുമ്പോഴും യഥാർത്ഥത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയം കഴിയുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥാനം നിങ്ങളായിട്ട് തന്നെ അത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാതിരിക്കുക, അല്ലെങ്കിൽ നിൻ്റെ വാല്യൂ തന്നെയാണ് നീ കുറയ്ക്കുന്നതെന്ന് പലതവണ ആ ഒരു പേഴ്സൺ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഓവർ പൊസസീവാണ് ഈ ബന്ധത്തിൽ. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ട്രാജഡി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി ഒരു ബന്ധം കൂടി നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണ് ഒരു സഹിക്കാൻ പറ്റത്തില്ല. അത് ഒരു റീയൂണിയനോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്കോ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴേ നിങ്ങൾ ഒരു നിയന്ത്രണത്തോടു കൂടി നിൽക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ടും ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ കഴിയുന്ന ഒരു റീസൺലി പോലും ഒരു പ്രണയബന്ധത്തിലായിട്ടുള്ള ആൾക്കാരുടെ കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ചതിക്കുഴിയിലേക്ക് നിങ്ങൾ വീഴരുതെന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഒരു സ്വഭാവം കുറച്ച് മാറ്റാൻ പറയുന്നുണ്ട്. അത്യാവശ്യമൊക്കെ ആവാം, പക്ഷെ കുറച്ച് മാറ്റുക. കാരണം ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു സ്വഭാവം, മറ്റുള്ളവരെ ഒരു വാശി പിടിപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളാൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ അവരുടെ അടുത്ത് നിങ്ങൾ സ്നേഹം തുറന്ന് കാണിക്കുക. അവരോട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹം അങ്ങനെ തുറന്ന് കാണിക്കുക. എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റിയും ആ സ്നേഹവും ആ സന്തോഷവും എല്ലാം തന്നെ നിങ്ങൾ അവർക്ക് നൽകുക. അങ്ങനെ നൽകിയാൽ മാത്രമേ ആ ഒരു വ്യക്തി അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെ ഇതാണ് എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ വാശി പിടിപ്പിക്കുന്ന തരത്തിൽ, ദേഷ്യവും പിടിപ്പിക്കുന്ന തരത്തിലൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പം നിങ്ങളുടെ ആ ഒരു സ്വഭാവം, നിങ്ങളുടെ ക്യാരക്ടർ, ഇതൊക്കെ മാറ്റാൻ വേണ്ടി യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം ഇതാണ്, അതായത് നിങ്ങൾ എന്ന് പറയുന്നൊരു പേഴ്സൺ കാരണം ഈ വ്യക്തി കുറേയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. നിങ്ങളുടെ റിയൽ സ്നേഹം, റിയൽ ലവ്
അവർ ആസ്വദിക്കാൻ പറ്റാതെ നിൽക്കുവാണ്. അവർക്കത് മനസ്സുകൊണ്ട് ഒരാഗ്രഹത്തോടു കൂടി ആ ഒരു സ്നേഹം നിങ്ങളിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ലെന്നാണ് കാണിക്കുന്നത്. ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഭയങ്കര വാശിയാണ്. ആ വാശി ഇവിടെ വളരെ ക്ലിയറായിട്ട് കാണുന്നു. നിങ്ങൾ ഭയങ്കര സത്യസന്ധമായിട്ടുള്ള ഒരാളാണ്. അതായത് ഇവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നല്ല എങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിനെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നിങ്ങൾ ഭയങ്കര മദർ ഇൻ ലവ് ആണ്. ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തിക്ക് പ്രചോദനമേകും. നിങ്ങളൊരു അമ്മയുടെ സ്നേഹമാണ് കൊടുക്കുന്നത്. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എല്ലാം ശരിയാണ്. പക്ഷേ ഈ ഒരു സ്വഭാവം മാത്രമാണ് അതിനുള്ള ഒരു കുറവുകളെന്ന് പറയുന്നത്. ഈ ഒരു കുറവുകൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നേ മായ്ച്ചു കളയുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പം സ്നേഹിക്കുന്ന പോലെ അത് മുന്നോട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ബന്ധം നിങ്ങൾക്ക് മറക്കാനാവാത്ത വിധം ആ ഒരു പേഴ്സണ് മനസ്സോടുകൂടി നിങ്ങളെ ഉപേക്ഷിച്ച് കളയേണ്ട ഒരു അവസ്ഥ വരും. കാരണം നിങ്ങളുടെ സ്വഭാവം ഇഷ്ടപ്പെടാത്തതുകൊണ്ട്, അല്ലാതെ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്, അപ്പം മറ്റൊരു വ്യക്തി നിങ്ങൾ കാണിക്കേണ്ട ഒരു സ്നേഹത്തോടുകൂടി മറ്റൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ സ്നേഹം കുറച്ച് നാൾ കഴിയുമ്പോൾ അവരാണ് ശരിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ വ്യക്തി പോകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളൊന്ന് ക്ഷമിക്കുക, നിങ്ങളൊന്ന് കുറച്ച് അവരുടെ സ്നേഹത്തോടുകൂടി പെരുമാറുക. അങ്ങനെയുള്ള ഒരു രീതിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകാനുള്ള ഒരു സാധ്യതയില്ല. അതാണ് ഈ റീഡിങ്ങിൻ്റെ അകത്ത് കാണുന്നത്. ഓക്കെ, ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ദേഷ്യം വാശിയൊന്നും പിടിച്ചിരിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെ നാളെ ഒരു സമയത്ത് നിങ്ങൾക്കറിയാനുള്ള ഒരു ഇടയിലേക്ക് ആവുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം ഓണം ഓഫറുണ്ട്. പേഴ്സണൽ റീഡിങ് എടുക്കുന്നവർക്ക് നല്ലൊരു ടൈം കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.